നമസ്കാരം, സ്വാഗതം ബിഗ് ഫൈറ്റിലേക്ക്. തത്സമയം നമ്മൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ഇന്ന് ചേരുന്നത്. അപ്പോൾ ബിഗ് ഫൈറ്റിന്റെ ഒരു സഞ്ചാരം അവസാനിക്കുന്ന ഏറ്റവും അവസാനത്തെ കോൺസ്റ്റിറ്റ്യുവൻസി കൂടിയാണ് ഇത്. തിരുവനന്തപുരം നമുക്കറിയാം പലവിധ പ്രത്യേകതകളുള്ള ലോക്സഭാ മണ്ഡലമാണ്. പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നുവെന്ന് പൊതുവെ വിചാരിക്കപ്പെടുന്ന ഒന്ന്. NDA അടക്കമുള്ള കക്ഷികൾ ഇതൊരു ത്രികോണ മത്സരത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. BJP അവരുടെ A ക്ലാസ് മണ്ഡലമായി പരിഗണിക്കുന്ന പ്രത്യേകത ഇക്കൊല്ലവും തിരുവനന്തപുരത്തിനുണ്ട്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള വലിയ പോരാട്ടത്തിന്റെ ചൂട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. വലിയ പ്രതീക്ഷ ഇത്തവണയും ആ ആത്മവിശ്വാസക്കുറവില്ലാതെ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അതേസമയം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വളരെ ഒരു വലിയ പോരാട്ടം കൊടുക്കുന്ന, വലിയ ഫൈറ്റ് കൊടുക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ മനസ്സെന്താണ് ഏറ്റവും അവസാനത്തെ മൊമെന്റിൽ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. നമ്മളൊപ്പം ഈ ചർച്ചയിലുള്ള D സുരേഷ് കുമാറാണ്, LDFന് വേണ്ടി. നമ്മളൊപ്പം ശബരിനാഥൻ, അദ്ദേഹം കോൺഗ്രസ് പ്രതിയായി, UDF പ്രതിയായി ചർച്ചയിലുണ്ട്. BG വിഷ്ണു, BJP പ്രതിനിധി അല്പസമയത്തിന് നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരത്തെ വോട്ടർമാരെയും. ആദ്യം ശബരിനാഥൻ, നോക്കൂ, ഇത് നിങ്ങളുടെ ഒരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ നിങ്ങൾ സമീപ ചരിത്രത്തിൽ ഇല്ലാത്ത വിധമുള്ള വലിയ ത്രെട്ട്, ചലഞ്ച് നേരിടുന്നുണ്ടോ? സത്യത്തിൽ ഈ പുറത്ത് വലിയ പുകപടലം കാണുന്നത് പോലെ ഈ പുറത്ത് കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വലിയ പുകപടലം തിരുവനന്തപുരം ലോക്സഭയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനേക്കാളും ശക്തമായിട്ടുള്ള പോരാട്ടം 2014-ലും 2019-ലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. 2019 സിറ്റിംഗ് MLA ആയിട്ടുള്ള ശ്രീ C ദിവാകരൻ, അതോടൊപ്പം തന്നെ BJPയുടെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരൻ, അതിനു മുമ്പ് ശ്രീ O രാജഗോപാൽ അടക്കമുള്ള അധികായകന്മാർ മത്സരിപ്പിച്ചപ്പോഴും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഡോക്ടർ തരൂർ വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണയും രാഷ്ട്രീയ സാഹചര്യം, കേന്ദ്രത്തിലെയും കേരളത്തിലെയും രാഷ്ട്രീയ സാഹചര്യം, തിരുവനന്തപുരത്ത് ശ്രീ തരൂർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഭാവിയിൽ ഇന്ത്യയെ വീണ്ടെടുക്കാൻ ആര് വേണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ജനങ്ങളൊന്ന് വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വളരെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ ഡോക്ടർ ശശി തരൂരിന് വിജയിക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ജയിച്ചാൽ വീണ്ടും തിരുവനന്തപുരത്തിനൊരു കേന്ദ്രമന്ത്രി എന്ന വാഗ്ദാനം ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഇത് BJP വെക്കുന്ന പോലെ തിരുവനന്തപുരത്തും വെക്കുന്നുണ്ട്. ഒപ്പം നമ്മളോട് നോക്കിയാൽ വിസിബിലിറ്റിയുടെ കാര്യത്തിലായാലും കൊള്ളാം, വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് BJP നടത്തുന്നത് കാണുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വികസനത്തിന്റെ കൈത്താങ്ങിന്റെ പ്രത്യാശയാണെന്നൊക്കെയുള്ള വലിയ ക്യാമ്പയിൻ കാണുന്നുണ്ട്. അത് വർക്കാവുന്നുണ്ടോ? ആ ക്യാമ്പയിൻ ഒരിക്കലും വർക്കാവുന്നില്ല. കാരണം ഞാൻ അദ്ദേഹത്തിന് 18 വർഷമായി അദ്ദേഹം കർണാടകത്തിൽ നിന്നുള്ള രാജ്യസഭാ MP ആണ്. അദ്ദേഹത്തിന്റെ MP ഫണ്ടിന്റെ യൂട്ടിലൈസേഷൻ ഞാനൊന്ന് നോക്കി. 2023 ലഭിച്ച റെക്കോർഡ് പ്രകാരം വെറും 59% മാത്രമാണ് ഈ മഹാനായിട്ടുള്ള വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള ശ്രീ ചന്ദ്രശേഖരൻ MP ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഡോക്ടർ തരൂർ തന്നെ 100% MP ഫണ്ട് കഴിഞ്ഞ 3 തവണ വിനിയോഗിച്ച ഒരു MP ആണ്. അപ്പോൾ ഇത്രയും പറയപ്പെടുന്ന ഒരാൾ, വലിയ സമ്പത്തുണ്ട്, 9,000 കോടി രൂപയുടെ ആസ്തിയുണ്ട്, ടാക്സ് കൊടുക്കാനുള്ള പണമില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ സമ്പത്തൊക്കെ ചെലവാക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഞാൻ പോയപ്പോൾ 100 കുട്ടികൾ ഇതിലേക്കൂടെ വൈറ്റ് ടീഷർട്ട് നടന്നു വന്നു കണ്ടു. അവരോട് ചോദിച്ചപ്പോൾ അവർക്കൊക്കെ 500 രൂപയും ബിരിയാണിയും കൊടുത്താണ് കുട്ടികൾ നടക്കുന്നത് തന്നെ. അപ്പോൾ പണം ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഞാൻ പറഞ്ഞില്ലേ, തിരുവനന്തപുരം വലിയ പ്രബുദ്ധമായിട്ടുള്ള മനസ്സുള്ള ആളുകളാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, നമ്മളൊക്കെ ടാക്സ് കൊടുക്കുന്ന ആൾക്കാരാണ്. ഇത്രയും പാവപ്പെട്ട ആളുകൾ കഷ്ടപ്പെട്ട് പണമില്ലെങ്കിലും അവരുടെ ജോലിയിൽ നിന്ന് ടാക്സ് കൊടുക്കുന്നതും നേരായിട്ടുള്ള ജീവിതം നയിക്കുന്നതും ഈ നാട് നന്നാവാൻ വേണ്ടിയാണ്. ഈ നാട് നന്നാവാനാണോ ടാക്സ് കൊടുക്കുന്നത്? അപ്പോൾ അങ്ങനെ ടാക്സ് കൊടുക്കുന്ന പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരുള്ള ഈ തിരുവനന്തപുരത്ത് 9,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിട്ടും അത് പല 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 രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് 2021-22 വർഷത്തിൽ ഇന്ത്യ കോവിഡ് കാരണം ലോകം മുഴുവൻ തെങ്ങുമ്പോൾ ഒരൊറ്റ നയാ പൈസ പോലും ടാക്സ് കൊടുക്കാത്ത ഒരാളെ, അത് എത്ര കോടീശ്വരനായാലും ഏത് കേന്ദ്രമന്ത്രിയായാലും പ്രബുദ്ധരായിട്ടുള്ള തിരുവനന്തപുരത്ത് ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ള ഉറപ്പ് ഇവിടുത്തെ വോട്ടറായി എനിക്കൂടുണ്ട്. സുരേഷ്, ഇക്കാര്യത്തിൽ നോക്കൂ, ഇതൊരു വിശ്വപൗരനായ തരൂരിനെ വിജയിപ്പിക്കൂ, അഭിമാനിക്കൂ എന്നുള്ള അനൗൺസ്മെന്റ് വാഹനമാണ് അല്പസമയം മുമ്പ് ഇതിലെ കടന്നുപോയത്. തരൂർ 100% ഫണ്ട് വിനിയോഗിച്ച ആളാണ്, പാർലമെന്റിലെ പെർഫോമറാണ്, അറ്റൻഡൻസിന്റെ കാര്യത്തിൽ അദ്ദേഹം തന്റെ MP സ്ഥാനം സാർത്ഥകമാക്കിയ ആളാണ്. അങ്ങനെ പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങളെ, അവകാശവാദങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട്, പെർഫോമൻസ് ഓഡിറ്റ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വീണ്ടും തരൂര് വരുന്നത്. അവിടെ എന്ത് മാജിക് കാണിക്കാമെന്നാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? പൂർണ്ണമായും പൊള്ളയായ അവകാശവാദങ്ങളാണ് ഐക്യജനാധിപത്യ മുന്നണിയും BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് അത് തന്നെയാണ് പൊതുവായിട്ടുള്ള സ്ഥിതി. നമുക്ക് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് 15 നഷ്ടവർഷങ്ങളാണ് ഈ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും, ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ഈ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് ബാഴ്സലോണ ഇരട്ട നഗരത്തിൽ തുടങ്ങി ഇങ്ങ് അവസാനം ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവരുടെ പുതുതലമുറയുടെ നെക്സ്റ്റ് തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത അഭിലാഷമായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി, ഏറ്റവും സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളുടെ ഡെവലപ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളിൽ
ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ പ്രതിനിധീകരിച്ചിരുന്ന ഡോക്ടർ ശശി തരൂർ ആയിരുന്നാലും ശരി, കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഗവൺമെന്റ് ആയിരുന്നാലും ശരി, യാതൊരുവിധ സഹായവും ഈ സംസ്ഥാനത്തോട് കാട്ടിയിട്ടില്ല. അത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. ജനങ്ങൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതികരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, അടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ രാജ്യത്തിൻ്റെ തകർന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തെ സംരക്ഷിക്കുക. അതുവഴി ഇന്ത്യയെ ഇന്ത്യയാക്കി തീർത്ത ഇന്ത്യയുടെ ഭരണഘടനയുണ്ട്. ആ ഭരണഘടന വലിയ വെല്ലുവിളിയെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇന്ത്യയുടെ മതനിരപേക്ഷതയെ, ജനാധിപത്യത്തെ, ഭരണഘടനയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഐക്യജനാധിപത്യ മുന്നണിക്കോ BJPക്കോ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. വിമർശിക്കുന്നവരെ ജയിലിലടയ്ക്കുന്ന അങ്ങേയറ്റത്തെ പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്, ഇപ്പോൾ ഹേമന്ത് സോറൻ, അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ തുടങ്ങിയ നേതാക്കന്മാർ, മനീഷ് സിസോദിയയും അതുപോലെ തന്നെ കെജ്രിവാളുമൊക്കെ തീഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷത ഈ നാട് കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അങ്ങേയറ്റത്തെ വളരെ ഭീകരമായിട്ടുള്ള സ്ഥിതിയിലൂടെയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഡിവിസീവ് പോളിസിക്കെതിരെയാണ് നിങ്ങളുടെ ഫൈറ്റ്. ഞാൻ ചോദിക്കുന്നത്, ദേശീയ രാഷ്ട്രീയം വിഷയമാകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ തരൂരിന് എന്ത് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, തരൂർ, നമ്മൾ ദേശീയ രാഷ്ട്രീയം പറയുമ്പോഴും ഒരു ജനപ്രതിനിധി നാടിനോട് കാണിക്കേണ്ടുന്ന കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റിന്റെ കാര്യത്തിൽ കഴിഞ്ഞ 15 വർഷക്കാലവും തിരുവനന്തപുരത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തെ വളരെ തന്ത്രപരമായി മുതലെടുത്ത് തരൂർ വിജയിച്ചു പോവുകയായിരുന്നു. വിജയിച്ചു പോയതിനു ശേഷം ഈ നാടിനോട്, നാട്ടിലെ ജനങ്ങളോട് ആ ആത്മാർത്ഥത പുലർത്താൻ, നീതി പുലർത്താൻ ഡോക്ടർ ശശി തരൂരിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. കോൺഗ്രസിന്റെ താഴെത്തട്ടിലെ പ്രവർത്തകരടക്കം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും അതാണ്. കുറച്ച് സ്പെസിഫിക് ആയി പറയാൻ കഴിയുമെന്നാണ് എന്തുകൊണ്ട് തരൂർ തെരഞ്ഞെടുക്കപ്പെടാൻ പാടില്ല? അല്ല, ഈ നാടിന്റെ വികസനത്തിൽ ഒരിടത്തും ഡോക്ടർ ശശി തരൂർ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം ഈ നാട്ടിലുണ്ടായിരുന്നു എന്ന് കേട്ടാൽ നാട്ടിലില്ലായിരുന്നു. പകരം ഇന്ത്യൻ പാർലമെന്റിൽ ഈ നാട് നീറുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കാനുണ്ടായിരുന്നു എന്ന് കേട്ടാൽ അതിലുമില്ലായിരുന്നു. തികച്ചും പൂർണ്ണമായും ഒരു ആബ്സെൻസ് അദ്ദേഹത്തെ സംബന്ധിച്ച് പൂർണ്ണമായും ഫീൽ ചെയ്തിരുന്ന 15 വർഷങ്ങളാണ് ഈ നാട്ടിൽ. ശബരിനാഥൻ, ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിന്റെ വിഭജനാജണ്ടയാണ്. അതിനോട് തരൂർ ഫൈറ്റ് ചെയ്തില്ല എന്നൊരു ആരോപണത്തെ നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഇല്ല, ഒരിക്കലും. ഇന്ത്യ നേരിടുന്ന ഇന്നത്തെ അജണ്ട ഇന്ന് തന്നെ നമ്മൾ കണ്ടല്ലോ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗം ഏറ്റവും കൂടുതൽ വർഗീയ വിദ്വേഷം ഇതുവരെയുള്ള ഒരു രാഷ്ട്രീയ നേതാവും നടത്താത്ത രീതിയിലുള്ള ഒരു വലിയ കമ്മ്യൂണൽ പ്രസംഗം അദ്ദേഹം നടത്തിയിട്ടുള്ളപ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും ഇന്ത്യ വീണ്ടെടുക്കുവാനും കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇവിടെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഡോക്ടർ തരൂരിന്റെ പാർലമെന്റിനകത്തും പുറത്തുമുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഈ ഡിവൈസീവ് അജണ്ടയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളതും പൊതു രംഗത്ത് അതിൽ ഏറ്റവും കൂടുതൽ ആ കാര്യത്തിനെ കുറിച്ചുള്ള പ്രചരണം നൽകിയിട്ടുള്ളതും ഡോക്ടർ തരൂർ തന്നെയാണ്. അത് ഇവിടുത്തെ ഇടതുപക്ഷത്തിലെ ആളുകൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇടതുപക്ഷ വേദികളിൽ, ഇന്ത്യക്കകത്തും വെളിയിലുള്ള ഒരുപക്ഷെ ഒരു സെക്യുലർ വേദികളിൽ, ഒരു ലെഫ്റ്റ് വേദികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്നൊരു സ്വരം ഡോക്ടർ തരൂരിന്റെയാണ്. പിന്നെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞു കേരളത്തിലൊന്നും ചെയ്തില്ല, തിരുവനന്തപുരത്തും ചെയ്തില്ല. നമ്മൾ നിൽക്കുന്നത് പേരൂക്കട ജംഗ്ഷനിലാണ്. നമ്മുടെ ഈ ബാപ്പുജി ഗ്രന്ഥശാലയുടെ ഇവിടെയാണ് നിൽക്കുന്നത്. ആ ബാപ്പുജി ഗ്രന്ഥശാലയിലേക്ക് ഒന്ന് നിങ്ങളുടെ ക്യാമറ സൂം ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്ന ഈ ഗ്രന്ഥശാലയ്ക്കുള്ള ഈ ഒരു കാണുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഭാഗം അദ്ദേഹത്തിന്റെ MP ഫണ്ട് നൽകിയതാണ്. ചെറിയൊരു ഉദാഹരണം മാത്രം. അപ്പോൾ MP ഫണ്ട് കൃത്യമായി എല്ലായിടത്തും അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. നാടിന് ബുദ്ധിമുട്ടുള്ള സമയത്ത്, കോവിഡ് സമയത്ത് പോലും ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് RT-PCR കിറ്റ് അടക്കം കൊണ്ടുവന്ന ഡോക്ടർ ശശി തരൂരിനെ അന്നത്തെ ദേശീയ രാഷ്ട്രീയത്തെ മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പാകുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇത്തരം അജണ്ടകളോട് വളരെ ഷാർപ്പായ പൊസിഷൻ പല ഘട്ടത്തിലും എടുത്തില്ല. പ്രത്യേകിച്ച് ബാബരി മസ്ജിദ് പോലെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നിരാശപ്പെടുത്തുന്ന പ്രതികരണം നടത്തി എന്നൊരു സംഗതി ഉണ്ടല്ലോ. അത് നിങ്ങളെ ഇവിടെ ബാക്ക് ഫയർ ചെയ്യാൻ പോകുന്ന സംഗതിയാണോ? ഇല്ല, അത് പലതും പല പ്രസംഗങ്ങളുടെ ഒരു ഏടുകൾ എടുത്തുകൊണ്ടെടുത്തുള്ള ചില വിശകലനങ്ങളാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹത്തിനും മതേതരരായിട്ടുള്ള തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും അറിയാം ഡോക്ടർ ശശി തരൂർ എന്നൊരു വ്യക്തി അത് തിരുവനന്തപുരത്ത് MP ആയിട്ട് നിൽക്കുന്നത് തിരുവനന്തപുരത്തിനും ഈ കേരളത്തിനും ഇന്ത്യക്കും ആവശ്യമുള്ള ഒരു കൈത്താങ്ങ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓൺ ആൻഡ് ഓഫ് ദി പാർലമെന്റ് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ആ നിലപാടുകൾ തന്നെയാണ് പിന്നീട് പല രാഷ്ട്രീയ പാർട്ടികൾ വിളിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ നിലനിർത്തുവാൻ വേണ്ടി, ഇന്ത്യയുടെ ബഹുസ്വരത നിലനിർത്തുവാൻ വേണ്ടി ഡോക്ടർ തരൂർ തന്നെ വിജയിക്കണം എന്ന് ഇതര രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ പോലും സംസാരിക്കുന്ന, വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. മറ്റേത് കാലഘട്ടത്തെക്കാളും നരേന്ദ്രമോദി സർക്കാരും അമിത്ഷായും ഇത്തരത്തിൽ പച്ച വർഗീയത പറയുമ്പോൾ അതിനെ തടുക്കാൻ
ഇവിടുന്ന് ശ്രീ ശശി തരൂർ വിജയിച്ചു പോയാൽ മാത്രമേ കഴിയൂ എന്നുള്ള പൂർണ്ണ ഉറപ്പ് തിരുവനന്തപുരത്ത് നിവാസികൾ. സുരേഷ് നോക്കൂ, ഇത് BJP അവരുടെ വലിയ പ്രത്യാശയുള്ള മണ്ഡലങ്ങളൊന്നായിട്ട് ഇപ്പോഴും നിലനിർത്തിയിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് BJPയുടെ കോൺഫിഡൻസ് ഏരിയ ഏതൊക്കെയാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം, ഡോക്ടർ ശശി തരൂറിന്റെ ന്യൂനപക്ഷ സ്നേഹത്തെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശബരി ഇവിടെ സൂചിപ്പിച്ചു. നമുക്കറിയാം ഏറ്റവും വിവാദമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ സാമ്രാജ്യത്വവാദത്തെ അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധമാണ് അവിടെ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തതയോടുകൂടി ലീഗ് സംഘടിപ്പിച്ച റാലിയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. വലിയ വിമർശനം കോൺഗ്രസിനകത്തു നിന്നും ഐക്യജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്നും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും സ്നേഹിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഡോക്ടർ ശശി തരൂരിനെതിരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്കറിയാം ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം വച്ച് പുലർത്തുന്നത് തീർച്ചയായിട്ടും BJPയുടെ B ടീമായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സാമ്രാജ്യത്വ അനുകൂല നിലപാട് പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് എടുക്കുന്നതിന് യാതൊരുവിധ മടിയും ഉണ്ടായിട്ടില്ല. ഇതാണ് ഞാൻ പറയുന്നത്. ചില ഗിമിക്കുകൾ കാട്ടി പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിനെ ജയിക്കുന്നതിനുള്ള രസതന്ത്രം അദ്ദേഹം എടുത്തിട്ടുണ്ട്. അത് ഈ തിരുവനന്തപുരത്തെ ജനങ്ങൾ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. BJPയെക്കുറിച്ച് ചോദിച്ച ചോദ്യം, BJP നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പച്ചയായ വർഗീയത. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പുറത്തു വന്നിരിക്കുകയാണ്. മണിപ്പൂരിൽ അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ജനവിഭാഗത്തെ കൂട്ടക്കൊലക്കിരയാക്കുന്നു. ഇന്നിപ്പോൾ പൂവാറിലെ റിസോർട്ടിൽ ഈ നാട്ടിലെ പാസ്റ്റർമാരെ മുഴുവൻ പേരെയും സമ്മേളിച്ചുകൊണ്ട് അവർക്ക് 5000-വും 3000-വും രൂപ കൊടുത്ത് അവർക്കൊരു റിഫ്രഷ്മെൻറ്റും കൊടുത്ത് അവരുടെ വോട്ട് ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒറ്റമൂലി തിരയുകയാണ് BJP. അങ്ങേയറ്റം പരാജയ ഭീതിയിലാണ്. പിന്നെ ഈ സമാഹരിച്ച ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള കോടിക്കണക്കിന് രൂപ ഏത് വിധേന ചെലവഴിക്കാം, ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെ ഡംപ് ചെയ്യാമെന്നുള്ള നിലയിൽ ഗവേഷണം നടത്തി ആ പണം വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരുവിധ പ്രതികരണവും അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ, അപ്പോൾ BJP ആ നിലയ്ക്കുള്ള ഇതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. സവിശേഷമായ സമവാക്യങ്ങളുടെ ഒരു ഉൽപ്പന്നമാണ് തരൂരിന്റെ വിജയം എല്ലായ്പ്പോഴും എന്ന് കണക്കൂട്ടുന്നവരുണ്ടല്ലോ. അവിടെ ഈ പറഞ്ഞ സംഗതികൾ ഒരു ഘടകമാകുന്നുണ്ടോ ശബരി? ഇല്ല, അത് പ്രിയപ്പെട്ട ശ്രീ സുരേഷ് പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ വിട്ടുപോയി. ഏറ്റവും കൂടുതൽ ഈ പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട പോസ്റ്റ് ഇട്ടത് നിങ്ങളുടെ വടകരയിലെ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറാണ്. ഓപ്പണായിട്ട് ശൈലജ ടീച്ചർ ഈ വിഷയത്തിൽ പോസ്റ്റ് ഇട്ടതും നമ്മളെല്ലാം കണ്ടതാണല്ലോ. അത് പാർട്ടി ചർച്ച ചെയ്ത് പിന്നെ ശൈലജ ടീച്ചറിന് തന്നെ അതിന് ഒഴിയേണ്ടി വന്നു. അപ്പോൾ ആ വിഷയത്തിൽ ആ കടുത്ത നിലപാടെടുത്ത ആളെ നിങ്ങൾ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് വടകര സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ന്യൂനപക്ഷ ഭൂരിപക്ഷ സ്നേഹത്തെക്കുറിച്ചൊന്നും പറയേണ്ട. നമുക്കറിയാം ഈ പേരൂക്കട ജംഗ്ഷൻ അടക്കം തിരുവനന്തപുരത്ത് എത്രയോ ഇടത്ത് ഞാനും ശ്രീ സുരേഷും എല്ലാവരും ഒരുമിച്ച് പൗരത്വ വിഷയത്തിൽ സമരം നടത്തിയതാണ്. ഈ പേരൂക്കട പോലീസ് സ്റ്റേഷനിൽ പങ്കെടുത്ത CPM-കാർക്കും കോൺഗ്രസ്സുകാർക്കെതിരെയുള്ള കേസ് ഇതുവരെ പിൻവലിച്ചിട്ടുണ്ടോ? സർക്കാർ കേസുകൾ പിൻവലിക്കുന്നു പറയുമ്പോൾ 1000 കേസുകളുടെ കേട്ട തൊട്ടപ്പുറത്ത് പേരൂക്കട പോലീസ് സ്റ്റേഷൻ ഉണ്ട്. നിങ്ങൾ അങ്ങോട്ടാണെങ്കിൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അങ്ങോട്ട് പോകണമെങ്കിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്രയോ കേസുകൾ എൻ്റെ പേരിൽ തന്നെയുണ്ട്. അതേപോലെ തന്നെ റിയാസ് മൗലവിയുടെ വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ കേരള സർക്കാർ എടുത്തിട്ടുള്ള നിസ്സംഗത വളരെ ഭയപ്പാടോടുകൂടി തന്നെയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷം ആളുകൾക്കും മതേതര സ്വഭാവമുള്ള ആളുകൾക്കും പിടിച്ചു നിൽക്കണമെങ്കിൽ കോൺഗ്രസ് ആശയങ്ങൾ, ഇന്ത്യയുടെ ഭരണഘടനാ ആശയങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. ആ വോട്ട് ഇടതുപക്ഷത്ത് നിന്നും ഉറപ്പായി ഡോക്ടർ തരൂരിന് വരുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ആ നിലപാടാണ്. അതുമാത്രമല്ല, ഇന്ത്യ ഉണ്ടെങ്കിൽ മാത്രമേ ഇടതുള്ളൂ. അപ്പോൾ ആ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. യെസ്, നമ്മൾ ശബരി ഇതിനകത്ത് നോക്കൂ, ഇവിടെ ആരാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ഏറ്റവും ഷാർപ്പായ പൊളിറ്റിക്സ് സംസാരിക്കുക എന്നത് നിർണ്ണയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണെന്നൊരു ക്യാമ്പയിൻ പൊതുവെ കേരളത്തിൽ ആകമാനമുണ്ട് എന്ന് നമുക്ക് കാണാം. അതിനകത്ത് കോൺഗ്രസിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻസ് ചൂണ്ടിക്കാണിക്കാൻ ലെഫ്റ്റ് നീണ്ട നിരയായി. ഇപ്പോൾ ഒരു CAA കുറിച്ച് കേരളത്തിന്റെ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക CAA ആണെങ്കിൽ CAA എന്ന വാക്ക് ശബ്ദിക്കാൻ കോൺഗ്രസ് ഭയപ്പെടുകയാണ് എന്നടക്കം കോൺഗ്രസിനോട് ഈ ദേശീയ തലത്തിൽ ഹിന്ദുത്വം നടപ്പിലാക്കുന്ന പദ്ധതികളോട് താതാത്മ്യപ്പെടുന്നതിനെ കുറിച്ച്, അതിനോട് തുറന്ന് സംസാരിക്കാത്തതിനെ കുറിച്ചാണ് നിരന്തരമായി ലെഫ്റ്റ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ കോൺഗ്രസിൽ നിന്ന് പോയി BJPയിൽ പോയ ആളുകളുടെ കണക്കടക്കം വെച്ചുകൊണ്ട് അത് നിങ്ങൾക്കൊരു ഒരു സെറ്റ് ബാക്ക് ഉണ്ടാക്കുന്നുണ്ടോ പ്രചരണ രംഗത്ത്? തീർച്ചയായിട്ടും തെറ്റിദ്ധാരണമായിട്ടുള്ള കാര്യങ്ങൾ ഇടതുപക്ഷം പരത്തുന്നതുകൊണ്ടാണ്. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ കൃത്യമായിട്ടുള്ള 13ാമത്തെ പേജിൽ കൃത്യമായി ഇവിടെ പൗരത്വ ഭേദഗതി വിഷയം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടുള്ള എല്ലാ ജനവിരുദ്ധ നിയമങ്ങളും എല്ലാ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ നിയമങ്ങളും നമ്മൾ പിൻവലിക്കുമെന്ന് കൃത്യമായി കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ ഒരാഴ്ച
കോൺഗ്രസിന്റെ വന്ന എല്ലാ നേതാക്കളും ശ്രീ രാഹുൽ ഗാന്ധി അടക്കം ശ്രീമതി പ്രിയങ്ക ഗാന്ധി അടക്കം ഇന്നലെ വന്ന് ശ്രീ പി ചിദംബരം അടക്കമുള്ള ആളുകൾ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ CAA റദ്ദാക്കുമെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ CPM പറയുന്നവരെ പറയുക എന്നുള്ള ഒരു ശാഠ്യം പിടിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ ഈ RSSനെതിരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞൊരു ആശയം ഏകദേശം 6 മാസം 13,000 കിലോമീറ്റർ നടന്നത് ഒരു മനുഷ്യനല്ലേ. ഇനി ഞാൻ വയനാടുള്ള അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രസംഗത്തിലും കേരളത്തെ RSSന്റെ ഒരു പാഠശാലയാക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായി ശ്രീ രാഹുൽ ഗാന്ധിയും പറയുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെയുള്ള ജനസമൂഹങ്ങളുടെ മനസ്സിൽ ഭീതി ഉണ്ടാക്കുവാൻ വേണ്ടി ഇന്ന് കോൺഗ്രസിനെതിരെ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ഒരുപക്ഷെ BJPയേക്കാൾ കൂടുതൽ പറയുന്നത് CPM ആണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ പൗരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ് MP ആദ്യം വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ അതിന്റെ രേഖകൾ കാണിച്ചു. ആരും സംസാരിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ തരൂർ അടക്കം ശ്രീ പ്രേമേന്ദ്രൻ അടക്കം മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കമുള്ള ആളുകൾ സംസാരിച്ചതിന്റെ ക്ലിപ്പിങ്ങുകൾ നമ്മൾ കാണിച്ചു. ഇപ്പോൾ അവർ മറ്റൊരു അജണ്ട എടുക്കുകയാണ്. ഇവിടെ ഒരു ഇലക്ഷൻ വന്നു പോകും, പക്ഷെ കേരളത്തിന്റെ ഈ സെക്യുലർ ഫാബ്രിക് കളയുവാൻ ഒരു ഇലക്ഷന്റെ പേരിൽ ഇടതുപക്ഷം തന്നെ തുനിയുന്നത് ശരിയായിട്ടുള്ള രാഷ്ട്രീയമല്ല. ബാക്കി എല്ലായിടത്തും അവർ കോൺഗ്രസിനോടൊപ്പം രാഹുൽ ഗാന്ധി, നിങ്ങൾ മനസ്സിലാക്കണം, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കോട്ടയത്തെ സ്ഥാനാർത്ഥി, കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി പറഞ്ഞ എന്താണ്, എന്നെ വിജയിപ്പിച്ച് ഞാൻ കൈവക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിക്കാണെന്ന് പറയാണ്. അപ്പൊ അവരുടെ എല്ലാം ഒരു പ്രതീക്ഷ കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ വോട്ടിന് വേണ്ടി ഇടതുപക്ഷം BJP ചെയ്യുന്നത് പോലെ ഇവിടെ ഡിവൈസീവ് പൊളിറ്റിക്സ് ചെയ്യുകയാണ്. അതിപ്പോൾ ഇലക്ഷന് ചിലപ്പോൾ ഗുണം ചെയ്യുമായിരിക്കും, മിക്കവാറും ഗുണം ചെയ്യില്ല. പക്ഷെ അത് ഫ്യൂച്ചർ കേരള പൊളിറ്റിക്സിലും നമ്മുടെ ഒരു സെക്യുലർ ഫാബ്രിക്കിനും അത് പറ്റിയൊരു കാര്യമല്ല. അത് കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഇലക്ഷന്റെ അവസാന ലാപ്പിൽ ആ തരത്തിലുള്ള ഹീനമായിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ട് CPM പോകുന്നത് അത് മുന്നോട്ടുള്ള ഒരു പോക്കിന് നല്ലതല്ല മാത്രമേ പറയുന്നുള്ളൂ. എന്താ തോന്നുന്നത്, ദേശീയ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണെന്ന് തോന്നുന്നുണ്ടോ, അതോ അതിനപ്പുറത്തേക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ഓഡിറ്റ് കൂടി ഇതിനകത്തുണ്ടോ? പറഞ്ഞ പോലെ ദേശീയ രാഷ്ട്രീയം മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കാരണം ഈ ഇപ്പം NDAയുടെ കാര്യം എടുത്തു നോക്കിയാൽ, കേന്ദ്ര സർക്കാരിന്റെ ഭരണകാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവർ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നാണ് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത്. കേരള സർക്കാരിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഇവർ കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നോക്കേണ്ടി വരും. എൻ്റെ ആദ്യത്തെ ചോദ്യം LDFന്റെ പ്രതിനിധിയോടാണ്. നമ്മുടെ തൊട്ടടുത്ത ആറ്റിങ്ങലിലെ പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു പ്രചാരണ പരിപാടികൾ, നിങ്ങളുടെ പ്രചാരണ പരിപാടികൾ വെച്ച് തിരുവനന്തപുരത്തെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ചുരുക്കമാണ് ഇവിടുത്തെ നിങ്ങളുടെ പരിപാടികൾ. മാത്രമല്ല, ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു ഞാൻ മത്സരിക്കാനില്ല എന്ന് പറയുന്നു. പിന്നീട് സ്ഥാനാർത്ഥി എന്ന് പറയുന്നു ഞാൻ തന്നെയാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ തുടക്കത്തിൽ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ LDF മത്സരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ചിന്താഗതി ഇടതുപക്ഷത്തിന്റെ മനസ്സിലുണ്ടോ? മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ കുറച്ചാണ് നിങ്ങൾ ഇവിടെ നടത്തുന്നത്. അപ്പോൾ തോൽക്കുമെന്നുള്ളൊരു ഭയം നിങ്ങളുടെ മനസ്സിലുണ്ടോ? 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഓഡിറ്റ് കൂടി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്. 7 വർഷം പൂർത്തിയാക്കിയ പിണറായി വിജയൻ ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ പ്രതികരണവും ഇതിൽ ഉണ്ടാകുമെന്നാണ്. അത് ഭരണവിരുദ്ധ വികാരമായി പ്രവർത്തിക്കുമെന്നാണ് ഒരു വിമർശനം. രണ്ടാമത്തേത്, നിങ്ങൾ തിരുവനന്തപുരത്ത് ഫോക്കസ് ചെയ്യുന്നില്ലെന്നാണ്. അല്ല, ഇവിടെ ശബരി ഉന്നയിച്ച ചില കാര്യങ്ങൾക്ക് കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ള അനുമതി കൂടി എനിക്ക് തരണം. പ്രത്യേകിച്ച് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ചാണ്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ച് ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതാണ്. കാരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ 8-ാം പേജിൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ചുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച, നമ്മുടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച ഒരു സന്ദർഭം കൂടെ ഈ സന്ദർഭത്തിൽ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, KPCCയുടെ താൽക്കാലിക പ്രസിഡന്റ് ശ്രീ MM ഹസൻ അടക്കമുള്ള ആളുകൾ 8-ാം പേജിൽ ഉണ്ട് എന്ന് പറയുകയും, എന്നാൽ P ചിദംബരം അടക്കമുള്ള ആളുകൾ ഇന്നലെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഞങ്ങൾക്കത് പൂർണ്ണമായ നിലയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവർ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? നമുക്കറിയാം, മല്ലികാർജ്ജുന ഖാർഗെയോട് CAA കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് ഇവിടെ വാചാലമായി സംസാരിച്ചു. യാത്രയിൽ ഒരിടത്തും സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ച് സംസാരിക്കാനോ അതിനെതിരായി ശരിയായ പ്രതിഷേധം സംഘടിപ്പിക്കുവാനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇങ്ങനെ തുടർച്ചയായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ ശബരി ഇവിടെ സൂചിപ്പിച്ചു, ബാപ്പുജി ഗ്രന്ഥശാല ശ്രീ ശശി തരൂരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തതെന്ന്. തെറ്റാണ്. MLAയുടെ വികസനം MP-യുടെ പേരിലാക്കുന്നത് പറയത്തക്ക വികസനം ചൂണ്ടിക്കാണിക്കാനില്ലാത്തത് കൊണ്ടാണ്. അത് തുറന്ന് സമ്മതിക്കാൻ ശബരിയെ പോലുള്ള ആളുകൾ തയ്യാറാകണം. ഇടയ്ക്ക് കയറരുത്. ഇതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇതാണ്
ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ജോഡോ യാത്രയിലായിരുന്നാലും ശരി, ബാപ്പുജി ഗ്രന്ഥശാലയുടെ കാര്യമായിരുന്നാലും ശരി, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തെറ്റായ വാദഗതി അവസാനിപ്പിക്കണം. പിന്നെ പറഞ്ഞ് ഇന്ത്യ മുന്നണിയുടെ ലീഡർഷിപ്പിലേക്ക്, ഇന്ത്യ മുന്നണിയുടെ നേതാവായി രാഹുൽ ഗാന്ധി ഉയരുകയാണ്. കോട്ടയത്തെ സ്ഥാനാർത്ഥിയടക്കം, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയടക്കം രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചു. അത്തരത്തിലൊരു ഘട്ടം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. താൻ ഇന്ത്യ മുന്നണിയുടെ നേതാവായി, അതിന്റെ ദേശീയ നേതാവായി ഉയരാൻ ഒട്ടും പ്രാപ്തനല്ല എന്ന് അടിക്കടി തന്റെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ രാഹുൽ ഗാന്ധി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കച്ചവടം തുടങ്ങാൻ വന്നയാളാണ് രാഹുൽ ഗാന്ധി. ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജനാധിപത്യ ധ്വംസനത്തിന്റെ കമ്പോളത്തിൽ വർഗീയതയുടെ മൊത്ത കച്ചവടക്കാരനായിട്ടുള്ള നരേന്ദ്രമോദിയോട് ഈ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യൂ എന്ന് തുടർച്ചയായി യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു ദേശീയ നേതാവ്. ഞാൻ ചോദിക്കുന്നത് ഈ സർക്കാരിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു സെക്കൻഡ്, അതാണോ ഒരു ദേശീയ നേതാവിൽ നിന്ന് ഉണ്ടാകേണ്ടത്? അപ്പൊ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. അവിടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അപക്വത ഈ നാടിനെ ശരിയാം വിധത്തിൽ ഒരു ധാരണ കൊടുത്ത് ഇന്ത്യ മുന്നണിക്ക് ഒരു ശരിയായ ദിശാബോധം നൽകി നയിക്കാൻ ഞാൻ ഒട്ടും പ്രാപ്തനല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ മൂല്യച്യുതിയിൽ, അപക്വമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് ഇന്ന് രാഹുൽ ഗാന്ധി വലിയ മൂല്യച്യുതിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ആറ്റിങ്ങലിലെയും ഇവിടത്തെ. അപ്പോൾ ഒരു കാര്യം എൻ്റെ സഹോദരി സമ്മതിക്കുന്നുണ്ട്, ആറ്റിങ്ങലിൽ വി ജോയിയുടെ വിജയം സുനിശ്ചിതമാണ്. അല്ലല്ല, അങ്ങനെയാണ് പറഞ്ഞത്. നല്ല പ്രവർത്തനം ആറ്റിങ്ങൽ നടക്കുന്നുണ്ട്. ഇവിടുത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇടതുപക്ഷത്തിന് വന്ന പോരായ്മയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടുത്തെ സ്ഥാനാർത്ഥി മത്സരത്തിൽ നിന്ന് പിന്മാറാൻ പോകുന്നു, അങ്ങനെ ഒരു അഭിപ്രായം പന്നിയൻ. എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. സഖാവ് പന്നിയൻ ഏതോ ഒരു നിമിഷത്തിൽ പറഞ്ഞു ഞാൻ മത്സരിക്കാൻ സ്ഥാനാർത്ഥി തൽപരനല്ല എന്നുള്ള നിലയിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും അധികം പറഞ്ഞത് ശബരിയുടെ നേതാവായിട്ടുള്ള ഷാഫി വടകരയിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുമ്പോൾ കോഴിക്കോട് സ്ഥാനാർത്ഥിയായി MK രാഘവനെ വിളിച്ചിട്ട് ചേട്ടാ എന്നെ എങ്ങനെയെങ്കിലും മാറ്റി തരണം, എനിക്ക് ശൈലജ ടീച്ചറോട് മത്സരിക്കാൻ താല്പര്യമില്ല, ഞാൻ പരാജയപ്പെട്ടു പോകും. തീർച്ചയായും ഇത് സർക്കാരിന്റെ വിലയിരുത്തലാകും, പിണറായി വിജയന്റെ വിലയിരുത്തലാകും. പിണറായി വിജയൻ ഉണ്ടായിരുന്ന വോട്ടുകൾ കൊണ്ടാണ് നിയമസഭയിൽ തിളക്കമാർന്ന വിജയം നമ്മൾ നേടിയെടുത്തത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഇഷ്ടപ്പെടുന്ന MLA അടുത്താണ് 2-3 ചോദ്യങ്ങളുള്ളൂ, അതിനുള്ള മറുപടി എനിക്ക് കിട്ടണം. ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയത് എന്തിനാണ്? അത് എന്തിനാണ് ഉണ്ടാക്കിയത്? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും, അതായത് UDF-ഉം LDF-ഉം കൂടി ഈ രാജ്യത്ത് ഒത്തുനിന്ന് ആരെ പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ 70-90 സീറ്റുള്ള നോർത്ത് ഇന്ത്യയിൽ മത്സരിക്കാതെ ഈ രാഹുൽ ഗാന്ധി ഈ 20 സീറ്റിനകത്തുള്ള ഈ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു. റായ്ബറേലിയിൽ അല്ലെങ്കിൽ അവിടെ മത്സരിക്കാം, അല്ലെങ്കിൽ അമേഠിയിൽ മത്സരിക്കാം. അവിടെ നിന്ന് BJPയുടെ ഫൈറ്റ് ചെയ്യണമായിരുന്നു. അപ്പം ഫൈറ്റ് ചെയ്യണവരടുത്ത് LDF-ന്റെ കൂടെ ഇദ്ദേഹം ആരെ തോൽപ്പിക്കാൻ? എന്നാ പിന്നെ എന്തിനാണ് ഇന്ത്യ മുന്നണി? സാറ് മറുപടി എനിക്ക് തരണം. പിന്നെ എന്തിനാണ് ഇന്ത്യ മുന്നണി? ഓക്കെ, അത് ഒന്ന്. രണ്ടാമത്തത്, ഇദ്ദേഹം അവിടെ വന്നിട്ട് ആദ്യം പറഞ്ഞെന്താണ്? കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഇടാത്തത്. ഇപ്പൊ ഡൽഹിയിൽ കേജ്രിവാളിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. ഈ ഇടതുപക്ഷ സർക്കാർ ശബ്ദം ഉയർത്തുന്ന പോലെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ശബ്ദം ഉയർത്തിയോ? 2, 3, 17 മാസം ഈ നാട്ടിലെ പാവങ്ങൾക്ക് 600 വെച്ചാണ് എന്ന് കൊടുത്തോണ്ടിരുന്ന UDF സർക്കാർ. അത് മുടക്കിപ്പോയതാണ് UDF സർക്കാർ. ഈ സർക്കാർ വന്നതാ ഇപ്പൊ 2-3 മാസം ഇപ്പൊ കൊടുത്തു, ഇനി 2 മാസമുള്ള പെൻഡിങ് 1600 രൂപ കൊടുത്തോണ്ടിരിക്കണു. ഈ BJP സർക്കാർ 600 വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു, അതും പെൻഡിങ് ആണ്. അതും കൂടെ ഇപ്പം LDF സർക്കാർ കൊടുക്കുന്നു. ഞാൻ പിണറായി പക്ഷത്ത് നിന്ന് പറയുന്നതല്ല, ജനപക്ഷത്ത് നിന്ന് ചിന്തിക്കുക. ഞാൻ ഈ ചോദിച്ചതിന്റെ മറുപടി സാർ തരണം. ശബരി, ഇതാദ്യം പറയാം. അതായത് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം രാഹുൽ ഗാന്ധി ചോദിച്ചത് ഭയങ്കര ഓക്വേർഡായി പോയോ? ഒരിക്കലും അത് ഓക്വേർഡായിട്ടില്ല. അത് ഇവിടുത്തെ ഒരു സമകാല രാഷ്ട്രീയ വിഷയം. അതിനേക്കാളും ഓക്വേർഡായി എനിക്ക് തോന്നിയത് ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിരന്തരം BJP അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. ഇനി ചേട്ടൻ ചോദിച്ച ചോദ്യത്തിന് ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി? അത് എന്നെക്കാൾ നന്നായിട്ട് മനോഹരമായി പറയാൻ കഴിയുന്നത് അത് ഉണ്ടാക്കിയ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശ്രീ സീതാറാം യെച്ചൂരി ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ ഞാൻ പറയാം, BJP-യെ ഇവിടെ തോൽപ്പിക്കണമെങ്കിൽ
ഇന്ന് സംഘപരിവാർ ഫാസിസ്റ്റ് അജണ്ടകൾ ഇല്ലാതാക്കണമെങ്കിൽ ഒരുമിച്ച് പോരാടി പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് പോരാടിയാൽ മാത്രമേ ഇവരുടെ ധനത്തിനെതിരെയും ഇവരുടെ അഹങ്കാരത്തിനെതിരെയും എല്ലാത്തിനെയും കയ്യിൽ വെച്ച് ഒതുക്കിയിരിക്കുന്ന BJP തോൽപ്പിക്കണമെങ്കിൽ എല്ലാവരും ഒന്നിക്കണം. അതിന്റെ ഗുണം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇലക്ഷൻ കഴിയുമ്പോൾ ഉണ്ടാകും എന്നുള്ളതിന്റെ അലയടികൾ അടിക്കുന്നത് കൊണ്ടാണ് ഇന്നിപ്പോൾ അങ്ങ് പറഞ്ഞത് ഹേമന്ത് സൊറേൻ അടക്കം കേജ്രിവാൾ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തത്. ഇനി അങ്ങ് പറഞ്ഞ മൂന്നാമത്തെ ഒരു ചോദ്യം, അങ്ങ് പറഞ്ഞു പെൻഷൻ കൊടുത്തില്ല 600 എന്നുള്ളത്. അത് അങ്ങയുടെ തന്നെ ഒരുപക്ഷെ അങ്ങേക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു പഴയ MLA ശ്രീ M സ്വരാജ് ഈ വിഷയം 2017 നിയമസഭയിൽ ചോദിച്ചപ്പം അങ്ങേക്ക് ഇഷ്ടമുള്ള ശ്രീ തോമസ് ഐസക് പറഞ്ഞ മറുപടി 18 മാസത്തെ പെൻഷൻ കൊടുക്കാനില്ല എന്നുള്ളതാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞ് 2 മാസത്തെ പെൻഷനെ കൊടുത്തു, ഈ 2 മാസത്തെ പെൻഷനെ കൊടുക്കാൻ ബാക്കിയുള്ളത് പറഞ്ഞതിന് ഒരു ചെറിയ കള്ളമാണ്. 8 മാസത്തിന് 2 മാസം കുറച്ച് 6 മാസത്തെ പെൻഷൻ ഇപ്പോഴും കൊടുക്കാൻ വിഷ്ണു ഒരു സെക്കൻഡ് BJPയുടെ പ്രതി കുറച്ചായി അല്പം വായിക്കാൻ വന്നത് വിഷ്ണു. ഇതായത് ഇവിടെ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി വലിയ വിജയമോഹമൊക്കെ പങ്കുവെക്കുമ്പോഴും നേരത്തെ ഇവിടെ ഈ പാനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിച്ച ഒരു വിമർശനം, അതായത് കുറുക്കുവഴികളിലൂടെ രാഷ്ട്രത്തിന് കൊടുക്കേണ്ട നികുതി എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നാലോചിക്കുന്ന ഒരു തന്ത്രശാലി എങ്ങനെയാണ് രാഷ്ട്രസ്നേഹിയാവുന്നത്? അദ്ദേഹത്തിന് MP ഫണ്ട് വിനിയോഗം എടുത്താൽ പോലും 60% താഴെ മാത്രം വിനിയോഗിച്ച ഒരാൾ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പണം കൊടുക്കുന്നയാൾ എന്ന പ്രചരണം? അപ്പോൾ കേരളത്തിലേക്ക് മത്സരിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നാലും കേരളത്തിന് എന്ത് നൽകി എന്നുള്ള ചോദ്യമുണ്ട്, രാഷ്ട്രത്തിന് നികുതി കൊടുക്കാതെ പറ്റിക്കുന്നു എന്ന പ്രശ്നമുണ്ട്, MP വികസന ഫണ്ട് ചെലവാക്കാൻ പിശുക്കുള്ള ആളെന്ന പ്രശ്നമുണ്ട്. അയാൾ എങ്ങനെയാണ് ഒരു കേമനായ സ്ഥാനാർത്ഥിയാവുന്നതെന്നാണ്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ രാജ്യത്തെ ഏറ്റവും മികച്ചൊരു ടെക്നോക്രാറ്റാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഈ രാജ്യത്തെ സാധാരണക്കാരന് മുന്നിൽ പരിചയപ്പെടുത്തിയും സാധാരണക്കാരനിൽ എത്തിക്കാൻ അതിവേഗം ശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പറഞ്ഞതുപോലെ ശശി തരൂർ 15 വർഷം തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ചു. എന്ത് വികസനമാണ് ശശി തരൂർ ഇവിടെ കൊണ്ടുവന്നത്? അദ്ദേഹം ഇരട്ട നഗരത്തെ പറ്റി പറഞ്ഞു. ഇങ്ങനെ ഒട്ടനവധി ഞാൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഇങ്ങനെ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം കഴിഞ്ഞ 15 വർഷക്കാലം തിരുവനന്തപുരത്തിന് നഗരത്തെ ശശി തരൂരിന്റെ 15 വർഷത്തെ കുറിച്ച് സംസാരിക്കാം, അത് സമയമുണ്ട്. അതിന് മുമ്പ് എന്റെ ചോദ്യം ഇതാണ്, അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരൻ സൗത്ത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന കോടീശ്വരനാണ്. പക്ഷെ അദ്ദേഹം പണം കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്ന ടാക്സ് പോലും കൊടുക്കുന്നില്ല എന്നാണ് എന്റെ ബോധ്യം. അത് ശരിയാണ്, നിയമപരമായി തന്നെ കൊടുക്കേണ്ട. അദ്ദേഹം ചില കുറുക്കുവഴികൾ ഉണ്ടാക്കിയിരിക്കുകയാണ് കൊടുക്കാതിരിക്കാൻ. അങ്ങനെ രാഷ്ട്രത്തെ പറ്റിക്കുന്ന ഒരാൾ എങ്ങനെയാണ് രാഷ്ട്രസ്നേഹിയാവുന്നത് എന്ന ചോദ്യം അവിടെ ഇല്ലേ? രാഷ്ട്രത്തെ പറ്റിക്കുന്നു എന്ന് നിങ്ങൾ 1000 തവണ വിളിച്ചു പറഞ്ഞാലൊന്നും ആകുന്നില്ല. അദ്ദേഹം നിയമപരമായ നടപടികൾ എല്ലാം സ്വീകരിച്ചു. എങ്ങനെ നിയമപരമായി എന്ത് നടപടികളിലാണ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുള്ളത്? അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കൂ. ഇല്ലെങ്കിൽ ഒരു പൗരനിൽ നിങ്ങൾക്ക് പരാതി നൽകാനുള്ള എല്ലാം ഉണ്ട്. ചൂണ്ടിക്കാണിക്കാം, അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 2018 അദ്ദേഹം കോറമംഗലയിലെ ഏറ്റവും വലിയ ധനികർ താമസിക്കുന്ന ബാംഗ്ലൂർ കോറമംഗലയിലെ ഒരു വലിയ വീടിനുള്ള ടാക്സ് അടച്ചിട്ടുണ്ട്. അതേ അയാൾ ഇലക്ഷന് മത്സരിക്കുമ്പോൾ ആ വീടിന്റെ കാര്യമേ പറയുന്നില്ല. അദ്ദേഹം വീർ സാങ്കുവിന്റെ ഇന്റർവ്യൂവിൽ തനിക്ക് പ്രൈവറ്റ് ജെറ്റ് അടക്കം പ്രൈവറ്റ് യോട്ട്, ഈ ചെറിയ കപ്പലടക്കം 10-20 വലിയ വാഹനങ്ങളുടെയൊക്കെ നീണ്ട നിര അദ്ദേഹം തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതേ അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിച്ച് അദ്ദേഹത്തിന്റെ അഫിഡവിറ്റിൽ പറയുന്നത് എനിക്ക് ആകെയുള്ളത് നമ്മുടെ നാടൻ ഭാഷ പറയുന്നത് ചപ്പടാച്ചി 92 വണ്ടിയാണെന്നുള്ളത്. അപ്പൊ ആളുകളെ പറ്റിക്കുകയല്ലേ. എന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ ജൂപ്പിറ്റർ കമ്പനിയുടെ പല കമ്പനികളുടെ ഇടനാഴിയിലേക്ക് പോകുമ്പോൾ ഈ ടാക്സ് പറ്റിക്കാൻ വേണ്ടി ഈ കേവ്മൻ ഐലാൻഡ്സ്, മോറിഷ്യസ് അടക്കമുള്ള രാജ്യങ്ങളിൽ മോദി പറഞ്ഞത് എന്താ, മോറിഷ്യസിലെ പൈസ തിരിച്ചു കൊണ്ടുവന്നാണ് നമുക്കെല്ലാം 15 ലക്ഷം അക്കൗണ്ട് ഇടുമെന്ന് പറഞ്ഞത്. അവിടെ ഏറ്റവും കൂടുതൽ പൈസ കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ. ആ രാജീവ് ചന്ദ്രശേഖരന്റെ പൈസ മാത്രം മോദി എടുത്ത ഇവിടുത്തെ ഹാർവിപുരത്തെ പാവങ്ങൾക്ക് നിങ്ങൾ ആളുകളെ ഓടി നടന്ന് വേട്ടയാടുകയാണ് ED ഒക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരൻ പുല്ലുപോലെ ഇങ്ങനെ പൈസ വേറെ രാജ്യത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായതുകൂടി കോൺഗ്രസ് ആകെ വിരളി പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമെങ്കിൽ, ആക്ഷേപമുണ്ടെങ്കിൽ നിയമപരമായി പോയി കോടതിയിൽ പോകാനും ഇവിടെ സംവിധാനങ്ങളുണ്ട്. പക്ഷേ അതൊന്നും സ്വീകരിക്കാതെ അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ചൊരിയുന്നത് പരാജയ ഭീതി കൊണ്ടും തന്നെയാണ്. ശശി തരൂർ കഴിഞ്ഞ 15 വർഷക്കാലം നേരിടാത്ത മത്സരരംഗത്തുള്ള വെല്ലുവിളിയുണ്ട്. ഞാൻ പറയട്ടെ, കഴിഞ്ഞ ഈ തൊട്ടടുത്തുള്ള പേരൂർ കടയ്ക്ക് തൊട്ടടുത്തുള്ള മണ്ണന്തലയിൽ വെച്ച് തന്നെ അവിടുത്തെ കോൺഗ്രസിന്റെ കൗൺസിലറും ഭർത്താവും ചേർന്ന് പോലും തങ്ങളുടെ നാട്ടിൽ ഒന്നും ചെയ്യാത്തതിന് രാജേന്ദ്രബാബു, അദ്ദേഹത്തിന്റെ ഭാര്യ വനിതാ രാജേന്ദ്രബാബു, അവർ ശശിധരനെ പരസ്യമായി തടഞ്ഞു. അവരെ ആക്രമിക്കാൻ ശശിധരന്റെ പേഴ്സണൽ ഗുണ്ടകൾ ശ്രമിച്ചപ്പോൾ അവർ റോഡിൽ കുത്തിയിരിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു. ഇങ്ങനെ കോൺഗ്രസ്സുകാർക്കും വേണ്ടാത്ത ഒരു മിച്ചം മാത്രമാണ് ശശി തരൂർ. അതുകൊണ്ട് അതിശക്തമായ തിരിച്ചടി തിരുവനന്തപുരത്ത്. താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ പറഞ്ഞ നിലവിൽ എന്താ പ്രശ്നം എന്ന്, നമ്മുടെ മണിപ്പൂരിൽ നടന്ന സംഭവങ്ങൾ ഒരുപക്ഷെ താങ്കൾ അറിഞ്ഞുകൊണ്ടോ എനിക്കറിയില്ല. 2 പെൺകുട്ടികളെ നഗ്നനാക്കിക്കൊണ്ട് തെരുവിലൂടെ വലിച്ചിഴച്ചത് താങ്കൾ അറിഞ്ഞോന്ന് എനിക്കറിയില്ല.
കൂടാതെ തന്നെ ഇത് നടന്നത് ഇന്ത്യയിലെ മണിപ്പൂർ എന്ന സംസ്ഥാനത്താണ്. അവിടെ പ്രധാനമന്ത്രിക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാൻ സമയമുള്ള പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് സ്വന്തം രാജ്യത്തെ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒന്ന് സന്ദർശിക്കാൻ പോലും തയ്യാറാവുന്നില്ല? കൂടാതെ എനിക്കൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ഇവിടുത്തെ LDF പ്രതിനിധിയോടാണ്. തൊട്ടപ്പുറത്ത് നെടുമങ്ങാട് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന പയ്യൻ, ഞാൻ വരുന്നത് എറണാകുളത്ത് ആലുവയിൽ നിന്നാണ്. ആലുവയിൽ നിന്ന് നിയമം LLB പഠിക്കാനായി വന്നതാണ്. എന്നെ പോലെ തന്നെ വെറ്റിനറി കോളേജിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി കടന്നു ചെന്ന സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ആ കോളേജ് ക്യാമ്പസിൽ ചെന്നിട്ട് പിന്നീട് ആ വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട വാർത്തയാണ് ആ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾക്ക് അറിയാൻ സാധിച്ചത്. പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞത് SFIക്കാർ കൊന്നതാണെന്ന്. ഞങ്ങൾ എന്നെ പോലെയുള്ള വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിൽ എത്രമാത്രം സുരക്ഷിതമാണ്? SFI പോലെയുള്ള അക്രമ രാഷ്ട്രീയക്കാർ മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇതുവരെ ആ പരിസരത്ത് പോയില്ല എന്നതാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് മണിപ്പൂരിലുണ്ടായിരുന്ന പ്രത്യേക 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് കാശ്മീരിലെ പ്രത്യേക സൈനിക നിയമമടക്കം പിൻവലിച്ചത്. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഒരു ദിവസം പോലും ബ്ലാക്ക് ഡേ മണിപ്പൂരിൽ പ്രഖ്യാപിച്ചിട്ടില്ല. UPA സർക്കാരിന്റെ കാലഘട്ടത്തിലും നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലും എണ്ണിയാൽ തീരാത്ത അത്രയും ഗോത്രവർഗ കലാപങ്ങൾ മണിപ്പൂരിൽ നടന്നിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ 10 വർഷക്കാലത്തിനിടെയാണ് പ്രത്യേക സൈനിക നിയമം പിൻവലിച്ചത്. ബ്ലാക്ക് ഡേ പിൻവലിച്ചതെല്ലാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. കലാപങ്ങളെ എല്ലാം ഞങ്ങൾ എതിർക്കുന്നു, ഞങ്ങൾ ഒന്നിനെ അനുകൂലിക്കുന്നില്ല. ഒരു കലാപവും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല, ഒരു സ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ മണിപ്പൂരിൽ കലാപം ഉണ്ടായി. അതിനെതിരെ ശക്തമായ നടപടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സ്വീകരിച്ചിട്ടുണ്ട്. 6 മാസം ആ സംസ്ഥാനം നിന്ന് കത്തി. നിങ്ങൾ UPA സർക്കാരിന്റെ 10 വർഷക്കാലം ചോദ്യം ചോദിക്കാനുണ്ട്. ഉണ്ടായിരുന്നു. ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പിന്നെ BJPയുടെ വക്താവിന് എന്താണ് പറയാനുള്ളത്? ഇലക്ട്രൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപ BJP സമാഹരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഒട്ടും മോശമല്ല, കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ, ഇവിടെ ഒരു വ്യക്തി ചോദിച്ചു, SFI കൊന്ന എത്ര പേരുടെ കണക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കും? അതിന് തൊട്ട മുമ്പ് അഭിമന്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ നിന്ന് വെറും 14 കിലോമീറ്ററുകൾക്ക് അപ്പുറം ഒരു പയ്യനെ തല്ലി ചതച്ച് കൊന്നിട്ട് മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു മന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് തർക്കിക്കുന്ന പരിപാടിയല്ല. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞ ഏർപ്പാടാണ്. നിങ്ങൾ 7500 കോടി രൂപ സമാഹരിച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾ റെയ്ഡ് ഭീഷണി നമ്മളൊക്കെ കമ്പനികളുടെ നിന്ന് പൈസ വാങ്ങിച്ച ഏർപ്പാടിനെ കുറിച്ചാണ് ചോദ്യം. ഇലക്ട്രൽ ബോണ്ട് സർക്കാർ പാസാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിൽ ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും അടക്കമുള്ള രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന കക്ഷികളും പണം സ്വീകരിച്ചത്. സുപ്രീം കോടതി റദ്ദാക്കി. ഞങ്ങൾ വിധി മാനിക്കുന്നു, ഞങ്ങൾ ആ വിധി അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷേ നിലവിലുള്ള നിയമപ്രകാരം തന്നെയാണ് ഞങ്ങൾ പണം സ്വീകരിക്കപ്പെട്ടത്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പണം സ്വീകരിക്കുന്നുണ്ട്. അതിനുള്ള പുതിയ നിയമം കൊണ്ടുവന്നു, അത് സുപ്രീം കോടതി റദ്ദാക്കി. അല്ല, ഞങ്ങൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ 4-1 കേരളത്തിലെ ഇട്ടാവട്ടത്തിൽ മാത്രമുണ്ട്. CPM ഇവിടെ ശേഖരിക്കുന്നുണ്ടല്ലോ. അവർക്ക് കണക്കില്ല, പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ട്. അല്ല, ഞങ്ങൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഞങ്ങൾക്ക് പൊതുജനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും എല്ലാം പണം തരുന്നു. കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ടല്ലോ, AAP സ്വീകരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ റെയ്ഡ് നടത്തുന്നതിന് പിന്നാലെ കോടികൾ തന്ന കമ്പനികളുടെ കണക്കുണ്ട്. പിന്നെ ഒരു അന്വേഷണവും നടക്കാത്ത കേസുകൾ അവസാനിച്ചു പോയ കണക്കുകൾ എമ്പാടുമുണ്ട്. റെയ്ഡ് നടന്നതിന് പിന്നാലെ 41 കമ്പനികൾ 1600 കോടി തന്നത്. പിന്നെ ഒരു അന്വേഷണം ഇല്ല. അതല്ല അഴിമതി, അതല്ല കൊള്ള. കൊള്ള എന്നും അന്വേഷണമില്ല എന്നും നിങ്ങൾ എങ്ങനെയാണ് തീർപ്പാക്കുന്നത്? EDയുടെ മുന്നിലും എൻഫോഴ്സ്മെന്റിന് മുന്നിലുള്ള എല്ലാ പരാതികളിലും അന്വേഷണം നടക്കുകയാണ്. പക്ഷെ CPM-നെതിരെ അന്വേഷണം നടക്കുമ്പോൾ നിങ്ങൾക്ക് പൊള്ളാറുണ്ട്. അതിന്റെ ചുരുക്കാണ് മറ്റുള്ളവർക്കെതിരെ നിങ്ങൾ കാട്ടുന്നത്. ശരി, അല്ല, നിങ്ങളുടെ ക്യാമ്പസിൽ SFI നടത്തുന്ന അതിക്രമങ്ങളെ കുറിച്ചാണ് ഒരു ചോദ്യം. അതിനു മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങൾ, ഒരുപാട് സമയം ഞാനിവിടെ വന്നിട്ട് മറ്റ് 2 പേരിലേക്കും ചർച്ച കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ ശബരി സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയോട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട കാര്യം വളരെ ലഘൂകരിച്ച് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾക്ക് അതിൽ ഒട്ടും അതിശയം തോന്നുന്നില്ല. കാരണം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന സംഭവത്തിലേക്ക് നയിച്ചത് ഡൽഹിയുടെ PCC പ്രസിഡന്റ് കൊടുത്ത പരാതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇപ്പോൾ BJP എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവർ ഉന്നയിക്കുന്ന ആരോപണവും അതുതന്നെയാണ്.
അത് കഴിഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ ജയിലിലായതിനു ശേഷം രാംലീല മൈതാനത്ത് നടന്ന സർവകക്ഷി പ്രതിഷേധ യോഗത്തിനകത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ കോൺഗ്രസ് ഗ്രൂപ്പ് പങ്കെടുക്കുന്നുണ്ട്. ഈ അറസ്റ്റിന് കാരണക്കാരായ ആളുകൾ തന്നെ ഒരേ സമയം ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സമീപനം കോൺഗ്രസ് ഈ നാട്ടിൽ പുലർത്തി തുടങ്ങിയിട്ട് അത് ഒരുപാട് കാലമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഇവിടെ പ്രത്യുപകാരം പ്രതീക്ഷിച്ചാണ് രാജ്യത്ത് കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകിയിട്ടുള്ളതെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വെർഡിക്റ്റിലുണ്ട്. വളരെ കൃത്യമായിട്ടുണ്ട്. വെറുതെ അല്ല കൊടുത്തത്, വളരെ കൃത്യതയോടുകൂടി. ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയാണ് 1368 കോടി രൂപയാണ് രണ്ടാളുകൾക്കും കൂടി കൊടുത്തത്. അങ്ങനെ നിരവധിയായിട്ടുള്ള കമ്പനികൾ, മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ 1186 കോടി രൂപ, ബോറേവലി താനെ നിങ്ങളൊരു പൊസിഷൻ എടുക്കാൻ കോടതി പോയി ചെയ്താണല്ലോ. അതിനകത്ത് പറയുമ്പോൾ വിഷ്ണുവിനെ പോലുള്ള ആളുകൾ ഞങ്ങൾ നിയമപരമായിട്ടാണ് ഇത്രയും തുക വാങ്ങിച്ചത്, CPM അല്ലാതെ അധിക തുകയുണ്ടെന്നുള്ളത് ആ കോടതി വിധിക്കകത്ത് വളരെ വ്യക്തമായി സുവ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കൊള്ളയിൽ ഈ ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതിയിൽ പങ്കാളിയായിട്ടില്ല എന്നുള്ളത് അഭിമാനപൂർവ്വം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ വന്ന ഒരു ആരോപണത്തെ കുറിച്ച് മറുപടി പറയാതെ പോകില്ല. സിദ്ധാർത്ഥിന്റെ മരണത്തിനകത്ത് ഏതാനും ചില വിദ്യാർത്ഥികൾ പെട്ടിട്ടുണ്ട്. ആ കാര്യം SFIയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നിങ്ങളുടെ മന്ത്രിമാർ അദ്ദേഹം പറഞ്ഞു ഏതാനും ചില വിദ്യാർത്ഥികൾ SFI നേതാക്കളല്ല എന്നുള്ള രീതിക്കാണ് അദ്ദേഹം സംസാരിച്ചത്. ചോദ്യം എന്നാൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം നിങ്ങളുടെ മന്ത്രിമാർ ആ വിഷയത്തിനെതിരെ പ്രതികരിച്ചില്ല? ശരി, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഏതാനും വിദ്യാർത്ഥികൾ ആ കേസിൽ പ്രതിപട്ടികയിൽപ്പെട്ടിട്ടുണ്ട്. ആ വിദ്യാർത്ഥികളിൽ ഒന്നാം SFI ക്യാമ്പസിനകത്തെ SFI നേതാക്കളും ഒന്നാം പ്രതിയായിട്ടുള്ള സിൻജയുടെ മാതാപിതാക്കൾ അറിയപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ്. ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പാർട്ടി സംരക്ഷണത്തിൽ എത്രയോ ദിവസം കഴിഞ്ഞിരുന്ന നരാധമന്മാർ, വിദ്യാർത്ഥികളല്ല, നരാധമന്മാർ ഒരു പിഞ്ചു കുഞ്ഞിനെ നമ്മുടെ നാട്ടിലുള്ള നമുക്കെല്ലാം അറിയാവുന്ന ഒരു പയ്യനെ കെട്ടി തൂക്കിയിട്ട് രാഷ്ട്രീയം പറയുകയാണ്. നിഖിൽ പൈലിയെ കെട്ടിപ്പിടിച്ചിട്ട് രാഷ്ട്രീയ കൊലപാതകത്തിന്റെ കാര്യമുള്ള തർക്കം വഴി പല വഴിക്ക് പോകും. നമുക്ക് അവശേഷിക്കുന്ന 6 മിനിറ്റുകൾ കൂടി മാത്രമാണ്. അപ്പൊ തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എന്താണ് എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ അവസാനത്തെ ദിവസം. ആരോട് ചോദിക്കുന്നതാണ്? എന്റെ ചോദ്യം LDF പ്രതിനിധിയോടാണ്. ഈ ഇടയ്ക്ക് അറിഞ്ഞാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടില് റാങ്ക് ഹോൾഡേഴ്സായ എത്ര വിദ്യാർത്ഥികളാണ് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ കിടന്ന് അവരെ സമരം നടത്തിയെന്ന് അറിയാം. അവർ ഈ കാരണവുമായിട്ട് DYFIയുടെ ഓഫീസിൽ ചെന്നപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ പണി തരാമെന്നാണ്. അങ്ങനെ പറയുന്ന ഒരു LDF നിങ്ങളുടെ റാങ്ക് ഹോൾഡേഴ്സ് ന്യൂസി വന്ന് പറഞ്ഞ കാര്യമാണ്. ഈ റാങ്ക് ഹോൾഡേഴ്സ് ന്യൂസി വന്ന് പറഞ്ഞ കാര്യമാണ്. അവര് എന്തെങ്കിലും വെറുതെ ഒരു ചർച്ചയ്ക്കകത്ത് നിങ്ങൾ കുറെ ദിവസമായിട്ട് ഇവിടെ നിൽക്കില്ല. റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നാണ് ഇഷ്യൂ. ബാക്കി അതിന്റെ കൂടെ ഉള്ള ഒരു സംഗതിയാണ്. അല്ലല്ല, കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് PSC വഴി, പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഏറ്റവും അധികം നിയമനം നടത്തിയിട്ടുള്ളത് ഈ കേരളത്തിലാണ്. പിണറായി ഭരിക്കുന്ന ഈ കേരളത്തിലാണ് എന്നുള്ളതാണ് അതിനുള്ള ഒറ്റ മറുപടി. രണ്ടാമത്തെ കാര്യം, ഈ യുവജനങ്ങളുടേതായിരുന്നാലും ശരി, വിദ്യാർത്ഥികളുടെ ആയിരുന്നാലും ശരി, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളായിരുന്നാലും ശരി, വളരെ ശ്രദ്ധാപൂർവം കൃത്യമായി ഗൃഹപാഠം ചെയ്തുകൊണ്ട് ഇടപെടുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ പിണറായി ഗവൺമെന്റ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ കഴിഞ്ഞ സിവിൽ സർവീസ് എക്സാമിനേഷനിലെ റിസൾട്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളം ഒന്നാമതെത്തിയിരിക്കുകയാണ്. ആദ്യത്തെ 100 റാങ്കുകാർ 13. പറയട്ടെ, നരേന്ദ്രമോദി ഒളിമ്പിക്സിൽ ഗോൾഡ് കിട്ടുന്ന എന്തിനാണ് സിവിൽ സർവീസ് പഠിക്കുന്ന അടുത്ത ചോദ്യം
അതിന്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ അതിന്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്ന സിവിൽ സർവീസ് അക്കാദമി കൊണ്ടുവന്ന ഇവിടെ ഇന്റർവ്യൂവിന് പോകുന്ന ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഇത് മോശമാണ്. തൊഴിൽ നൽകിയിട്ടുള്ളത് മറ്റ് സർക്കാർ സ്ഥാപനങ്ങളല്ല. കഴിഞ്ഞ തവണത്തെ CPM-ന്റെ ആനാവൂർ നാഗപ്പനാണ്. ആനാവൂർ നാഗപ്പൻ കാലഘട്ടത്താണ് ഇവിടെ നൽകിയത്. എനിക്ക് ചോദിക്കേണ്ടത് BJP-യുടെ പ്രതിനിധികളാണ്. കഴിഞ്ഞ 10 വർഷം മുമ്പ് മോദി വരുമ്പോൾ ഇവിടെ ഗ്യാരണ്ടി പറഞ്ഞിരുന്നു 50 രൂപയ്ക്ക് പെട്രോള്, 600 രൂപ ഗ്യാസ്, 2 കോടി ജനങ്ങൾക്ക് ജോലി നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇപ്പൊ ഏത് വ്യവസ്ഥയിലാണ് മോദി ഗ്യാരണ്ടി പറഞ്ഞ് ഇവിടെ വരുന്നത്? നിങ്ങൾ ജാതിയില്ല മതമില്ലെന്നാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നിങ്ങളെ BJP-യുടെ പ്രവർത്തകൻ സുരേഷ് ഗോപി അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന്. അടുത്ത ജന്മം ഒരു പാർട്ടിയായി മാറുന്നത് എന്താണ് ചോദ്യം? കഴിഞ്ഞ 10 കൊല്ലത്തിന് മുമ്പ് നരേന്ദ്രമോദി ഇവിടെ വരുമ്പോൾ ആദ്യം പറഞ്ഞ 3 പ്രഖ്യാപനങ്ങളുണ്ട്. ഒന്ന് 50 രൂപയ്ക്ക് പെട്രോള്, 600 രൂപ ഗ്യാസ്, 2 കോടി ജനങ്ങൾക്ക് വർഷത്തിലേക്ക് ജോലി. ഇതൊന്നും ഗ്യാരണ്ടി അല്ല. ഇപ്പം പുതിയ ഗ്യാരണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു മഹാനടന തൃശ്ശൂർ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ജാതിയല്ല മതമല്ല ഒന്നുമില്ല. പക്ഷെ അങ്ങനെ അടുത്ത ജനനമുണ്ടെങ്കിൽ അങ്ങനെ ബ്രാഹ്മണനായിട്ട് ജനിക്കണം. ഇതാണോ BJP പ്രവർത്തകൻ? നിങ്ങളുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ പഴയ ഗ്യാരണ്ടി മറന്നുപോയിട്ടില്ല. ഇത് വികസനത്തെ പറ്റി പറയുമ്പോൾ 17 വർഷം മുമ്പാണ് ഞാൻ ഈ കലാലയത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. അന്നുണ്ടായിരുന്ന അതേ ബ്ലോക്ക് തന്നെയാണ് ഇന്നും ഇവിടെയുള്ളത്. ഇവിടെ എത്തിച്ചേരാൻ പോലും കഴിയുന്നില്ല. അതാണ് CPM-ന്റെ വികസനം. നരേന്ദ്രമോദിയുടെ വികസനം എന്താണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ കാരോട് ബൈപ്പാസ് വന്ന് നോക്കൂ. കഴക്കൂട്ടം ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയ നരേന്ദ്രമോദിയാണ്. പദ്ധതികളെല്ലാം തന്നെ താങ്കളുടെ ശശി തരൂരിന്റെ ബുക്കിൽ ഇപ്പോൾ ഉണ്ട്. നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ശശി തരൂര് ബൈപ്പാസ് 2009 ഏത് സർക്കാരിന്റെ കാലഘട്ടമാണ് പൂർത്തിയാക്കിയത്? പണം അനുവദിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ്? നരേന്ദ്രമോദിയാണ്. വിഷ്ണു പെട്രോൾ ബൈപ്പാസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പെട്രോൾ വില എന്താ? പെട്രോൾ എന്താ 50-ന് കിട്ടാത്തത്? ഒരു സെക്കൻഡ്, പെട്രോൾ എന്താ 50-ന് കിട്ടാത്തത്? ഗ്യാസ് എന്താ 600-ന് കിട്ടാത്തത്? എന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് നികുതി ഇനത്തിൽ സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ നികുതി നമ്മൾ കൊടുക്കുന്നു. GST കൗൺസിലിൽ പ്രത്യേക നിർദ്ദേശം വന്നപ്പോൾ എല്ലാ കോൺഗ്രസും CPM-ഉം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും നിങ്ങൾ വീണ്ടും വന്നാൽ പെട്രോൾ വില കുറയ്ക്കുന്നു വാഗ്ദാനം ചെയ്യുന്നു. അതെങ്ങനെ കുറയ്ക്കുക? എല്ലാ സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ച് നികുതി ഘടനയിൽ കൂടിയാലോചിച്ചില്ല. സംസ്ഥാനങ്ങളെ കോൺഗ്രസ് CPM-ഉം ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളും എതിർത്ത് GST-യിൽ എന്താ ഉൾപ്പെടുത്താൻ? ദേശീയ രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയമായ വിഷയങ്ങളെല്ലാം തിരുവനന്തപുരത്തും പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. എന്തായാലും ആ ആവേശം നമുക്ക് ഈ ചർച്ചയിലും കാണാൻ കഴിഞ്ഞു. തിരുവനന്തപുരത്തെ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും.